IPSC ആസ്പിറൻസ് കമ്പനി ബോർഡ് LGS VFA എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഒരു ലിമിറ്റഡ് സ്റ്റഡി പ്ലാൻ സിലബസ് ബേസ് ചെയ്തിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഫസ്റ്റ്ലി തന്നെ ടു ഡു ലിസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് പഠിക്കാനിരുന്നത്. സോ ഞാനിപ്പോൾ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയപ്പോഴത്തേക്കും സയൻസിനും GKക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പഠിക്കാനിരുന്നത്. കാരണം വേറൊന്നുമല്ല, ഞാൻ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞതിന് ശേഷം ഇത്രയും നാളായിട്ടും ഞാൻ സയൻസ് അധികം പഠിച്ചിട്ടില്ല. ഇപ്പോൾ PSC എക്സാമുകൾക്ക് പഠിച്ചു തുടങ്ങിയതിന് ശേഷമാണ് സയൻസിൽ ഫോക്കസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ എനിക്കൊരു കുറച്ച് പ്രയോറിറ്റി കൊടുക്കാനുള്ള മേഖല സയൻസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. സോ ഇപ്പം 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് കൊമേഴ്സ് ഒക്കെ എടുത്തവർക്കും ഹ്യൂമാനിറ്റീവ്സ് എടുത്തവർക്കും ഇത് ഭയങ്കരമായിട്ടും ആപ്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറയുന്ന കാര്യം അവർ സയൻസിലോട്ട് അധികം ഫോക്കസ് കൊടുക്കാതെ ആയിരിക്കും വന്നിട്ടുള്ളത്. സോ അങ്ങനെ എടുത്തിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരിക്കണേ. അവർക്ക് സയൻസ് ഭയങ്കര പാടായിരിക്കും പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സോ ഞാനിപ്പോൾ SCRT ബേസ് ചെയ്തിട്ടാണ് സയൻസ് പഠിച്ചെടുക്കുന്നത്. അപ്പം 10th പ്രിലിംസ് പോലുള്ള PSC എക്സാമുകൾക്ക് GK പോലെ ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഭാഗമാണ് സയൻസ് എന്ന് പറയുന്നത്. സോ സയൻസ് ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ, മിനിമം SCRT എങ്കിലും കവർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ അത് അറിഞ്ഞു വെച്ചിട്ടാണ് ഞാനിപ്പം സയൻസിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സയൻസ്, GK, കറണ്ട് അഫേഴ്സ്, അതുപോലെ തന്നെ മാത്സ്, ഇതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. PYQനും അതുപോലെ തന്നെ SCRTക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഈ ഒരു സിലബസ് സ്റ്റഡി പ്ലാൻ ഞാൻ സെറ്റ് ചെയ്തപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡെയിലി ഞാൻ പഠിക്കുന്ന സിലബസിൻ്റെ സ്റ്റഡി പ്ലാന് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തേക്കാവേ. താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ആ സിലബസ് ഫോളോ ചെയ്താൽ എക്സാമിന് മുമ്പ് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും റിവിഷൻ ചെയ്യാനും പറ്റുവേ. PSCയുടെ PYQ ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. PSCയുടെ 10th പ്രിലിംസിന് പോലും ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ നമ്മൾ ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രിലിംസ് വരെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇംഗ്ലീഷും മലയാളവും ഇല്ലയെന്ന് കരുതിയിട്ട് നമുക്ക് ഈ സയൻസിൻ്റെയും GKയുടെയും പോർഷൻസ് ഭയങ്കരമായിട്ടും എടുത്ത് ഫോക്കസ് ചെയ്ത് അവർ ചോദിക്കും. സോ ആ സമയത്ത് നമുക്ക് അത്രത്തോളം ഈ ഒരു ഭാഗത്ത് നിന്ന് കൂടുതൽ കവറപ്പ് ചെയ്യേണ്ട കാര്യമുണ്ട്. സോ ഞാനൊരു സിലബസ് തയ്യാറാക്കിയപ്പം മെയിൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ സിലബസ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് മെയിൻസ് കുറച്ചും കൂടി എളുപ്പമാവാൻ പഠിച്ച് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇംഗ്ലീഷും മലയാളം കൂടി ഇതിൻ്റെ ഒപ്പം ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പം പ്രിലിംസ് പഠിച്ച് എത്താത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇംഗ്ലീഷും മലയാളവും ഈ സമയത്ത് പഠിക്കാൻ നിൽക്കരുതേ. സോ വെറുതെ ഇരുന്ന് സിലബസ് അറിയാതെ പഠിക്കുന്നവർ ഇംഗ്ലീഷും മലയാളം ഒക്കെ ഇരുന്ന് പഠിക്കുന്നവരായിരിക്കും. സോ മനസ്സിലാക്കുക, 10th പ്രിലിംസിന് ഒരിക്കലും സിലബസിൽ ഇംഗ്ലീഷും മലയാളവും ഇല്ല കേട്ടോ. മാത്സ് ഉണ്ട്. സിലബസിൽ ഒരു വൈഡ് ടോപ്പിക്സ് ഒരു ഹെഡിങ് പോലെ കൊടുത്തിട്ടേ ഉള്ളേ. അപ്പോൾ അതിനകത്തു നിന്നുള്ള ചെറിയ ചെറിയ ടോപ്പിക്സുകൾ നമ്മൾ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. സോ പലരും എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്തുനിന്ന് പഠിക്കുക എന്നുള്ളത് മനസ്സിലാവാതെ പുറത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് പോയാൽ നമുക്ക് ഈ ഒരു എക്സാം ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ SCRTക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. അത് ഭയങ്കര ഒരു യൂസ്ഫുൾ മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സയൻസ് ആണോ GK ആണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ച് കവറപ്പ് ആക്കിയിട്ടുള്ളതെന്നും, സോ ഏതാണ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമെന്നുള്ളതും, സോ 10th സയൻസ് ആണോ കൊമേഴ്സ് ഒക്കെ ആണോ എടുത്തതെന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. സോ ഞാൻ കൊമേഴ്സ് ആണ് 10th കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് ഞാൻ സയൻസ് സബ്ജക്റ്റുകൾ പിന്നെ ഞാൻ നോക്കിയിട്ടേ ഇല്ല. ഡിഗ്രിക്ക് ആയപ്പോഴത്തേക്കും ഞാൻ BA എക്കണോമിക്സും MAക്ക് ഞാൻ MA എക്കണോമിക്സും ആയിരുന്നു. അപ്പോൾ സയൻസ് ആയിട്ടുള്ള എല്ലാ ടച്ചും വിട്ടിട്ടുണ്ടായിരുന്നേ.